Good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബീട്രൂട്ട് പുട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി മിക്കവർക്കും അറിയാമായിരിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത്. നിങ്ങൾ ഈ റെസിപ്പി ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ തന്നെ ഉണ്ടാക്കിക്കോളൂ, അധിക സമയമൊന്നും എടുക്കില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു ഒരു അരമണിക്കൂറിനുള്ളിൽ ചെയ്യാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ രാവിലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂ, ഇല്ലെങ്കിൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ ആവട്ടെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബീട്രൂട്ട് പുട്ട് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കുകയാണ് എളുപ്പം. അപ്പോൾ ഈ ബീട്രൂട്ടിന് ആവശ്യമായിട്ടുള്ള ചെറിയൊരു അളവിലുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടുപൊടിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ പുട്ടുപൊടി നനച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിനും പുട്ടുപൊടിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബീട്രൂട്ടിന് ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ചെറിയൊരളവിൽ മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, വെറുതെ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. നമുക്കപ്പോൾ അരഞ്ഞ് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ ബീട്രൂട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ട് ഉണ്ടല്ലോ, ഇത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എൻ്റെ കയ്യിലുള്ള പൊടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടതായതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു 10 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പൊടിപ്പിച്ച പൊടിയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് മിക്സ് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. പുട്ടുപൊടി ബീട്രൂട്ടും മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് തന്നെ ഒന്ന് ഇളക്കി കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ പുട്ടുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല കളർഫുള്ളായി തുടങ്ങിയത് കണ്ടില്ലേ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. അതിനുശേഷം ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പുട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പൊടി നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് എല്ലാം പ്രസ് ചെയ്ത് വെച്ചതാണ് ഒരുമിച്ചായിരിക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടി സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൊടി സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ സോഫ്റ്റ് ആവുന്ന പൊടിയാണെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ ഉടനെ തന്നെ പുട്ടുണ്ടാക്കാം. ഇതിൽ തേങ്ങ ഇടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുത്താലാണ് ടേസ്റ്റ്. പക്ഷേ ബീട്രൂട്ട് പുട്ടുണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കാണാൻ ഭംഗി ഉണ്ടാവുക. ഇടയ്ക്ക് തേങ്ങ ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ പുട്ടുകുറ്റി എടുക്കുക. ഇതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് അധികം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ തേങ്ങയുടെ അളവൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടി, എത്ര ലെയർ പുട്ടാണോ വേണ്ടത് അതനുസരിച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ലെയർ പുട്ടാണ് ഉണ്ടാക്കുന്നത്. വീണ്ടും നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുക. ഈ ഒരു പുട്ട് കഴിക്കാൻ കറി നിർബന്ധമൊന്നുമില്ല കേട്ടോ. പുട്ടിന് പഴം മതി. അല്ലെന്നുണ്ടെങ്കിൽ കറി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കറി ഇല്ലെങ്കിലും ബീട്രൂട്ടിൻ്റെ ആ ഒരു ചെറിയ മധുരത്തിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കറി നിർബന്ധമൊന്നുമില്ല. ബീട്രൂട്ടിൻ്റെ ചെറിയ മധുരം കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തു. വീണ്ടും നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ സാധാരണ പുട്ട് വേവിക്കുന്നതിനേക്കാൾ ഒരു 2 മിനിറ്റും കൂടി കൂടുതലായിട്ട് വേവിക്കണം. എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ട് ഒന്ന് കുക്കായി വരണം. അതുകൊണ്ടാണ് 2 മിനിറ്റ് കൂടുതലായിട്ട് വേവിക്കണം എന്ന് പറഞ്ഞത്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ആവി വന്നു കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ആവി വന്ന ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പുട്ട് കുത്തിയെടുക്കാറുണ്ട്. ഇതൊരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ആവി വന്ന ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പുട്ട് കുത്തിയെടുക്കാറുണ്ട്. ഇതിപ്പോൾ ആവി വന്നു കഴിഞ്ഞിട്ട് ഒരു 4 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് പുട്ടിൻ്റെ കാര്യം. അപ്പോൾ 4 മിനിറ്റ് വേവട്ടെ. ആവി വന്നു കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ട് കുക്കായി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് പുട്ട് കുക്കായി വന്നിട്ടുണ്ട്. കുക്കായി കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കുക. നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ. ബീട്രൂട്ട് ചേർത്തെന്ന് വെച്ചിട്ട് സോഫ്റ്റ്നെസ്സിനൊന്നും ഒരു കുറവും വരില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ബീട്രൂട്ട് പുട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ. ബീട്രൂട്ട് എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ പുട്ടുപൊടിയും ബീട്രൂട്ടും എടുത്തിട്ട് ഇന്ന് തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ടേസ്റ്റിന് യാതൊരു ഡിഫറൻസ് ഉണ്ടാവില്ല. ബീട്രൂട്ടിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ബീട്രൂട്ട് പുട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.
ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.